നമസ്കാരം. പരാതികൾക്ക് ഉടനടി പരിഹാരവും വീഴ്ചകൾക്ക് ഉടൻ ശിക്ഷയും. ഇതാണ് DK സ്റ്റൈൽ. മഹാദേവപുര സോണിലെ KR പുരത്ത് നടന്ന പൊതു പരാതി പരിഹാര ജനസമ്പർക്ക പരിപാടിയിൽ DK ജനങ്ങളെ കയ്യിലെടുത്തത് ഇങ്ങനെയാണ്. പൗരന്മാരുടെ പരാതികളിന്മേൽ അതിവേഗ നടപടിയെന്നോണം ഉപമുഖ്യമന്ത്രിയും നഗരവികസനകാര്യ മന്ത്രിയുമായ DK ശിവകുമാർ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കയ്യറപ്പ് കാട്ടിയില്ല. പരാതി നേരിട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും അനധികൃതമായി പണം വാങ്ങിയ റേഷൻ കടയുടമയുടെ ലൈസൻസ് റദ്ദാക്കാനും ഇരുന്ന ഇരുപ്പിൽ DK ഉത്തരവിട്ടു. സർക്കാർ നിങ്ങളുടെ പടിവാതിൽക്കൽ എന്ന ഒരു ദിവസം നീണ്ടുനിന്ന പരാതി പരിഹാര യോഗത്തിൽ ശിവകുമാറിൻ്റെ സഡൻ ആക്ഷന് നിരവധി ഉദാഹരണങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് നിരത്താനുള്ളത്. സിസ്റ്റത്തിൽ പരാതികൾ ഫയൽ ചെയ്യുന്നതിനായി പ്രത്യേക കൗണ്ടറുകളിലേക്ക് അയക്കുന്നതിനു മുമ്പ് ഓരോ പരാതിക്കാരനെയും ഉപമുഖ്യമന്ത്രി ക്ഷമയോടെ കേട്ടു. ബൃഹത് ബംഗളൂരു മഹാനഗരപാലകെ, ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സ്വീവറേജ് ബോർഡ്, ബാംഗ്ലൂർ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി ലിമിറ്റഡ് എന്നിവയിലെയും മറ്റു വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. പരാതികൾ രേഖപ്പെടുത്താൻ 15ഓളം കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരുന്നത്. പരാതിക്കാർ ആദ്യം ഒരു ടോക്കൺ എടുക്കുകയും പിന്നീട് DKയുമായി സംസാരിക്കുകയും കൗണ്ടറിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. KR പുരം, മഹാദേവപുര നിയമസഭാ മണ്ഡലങ്ങളിലെ നിവാസികൾക്കായാണ് ബുധനാഴ്ച പരിപാടി സംഘടിപ്പിച്ചത്. റീത്തമ്മ എന്ന സ്ത്രീയിൽ നിന്ന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ സിവിൽ ഓഫീസർമാരായ വിനയ്, വെങ്കിടേഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ BBMP ചീഫ് കമ്മീഷണർ തുഷാർ ഗിരിനാഥിനോട് ശിവകുമാർ നിർദ്ദേശിച്ചപ്പോൾ ജനക്കൂട്ടം ആർപ്പ് വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തത് വേറിട്ട കാഴ്ചയായി. റേഷൻ കാർഡ് നൽകുന്നതിനായി KR പുരത്തെ ഒരു ന്യായവില കടയിൽ നിന്ന് 7000 രൂപ വാങ്ങുന്നതായും അരി നൽകാൻ 20 രൂപ ഈടാക്കുന്നതായും മറ്റൊരു പരാതിക്കാരിയായ രമ്യ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയം കേട്ടപാടെ ക്ഷുഭിതനായ ശിവകുമാർ ബംഗളൂരു സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ KA ദയാനന്ദയോട് കട സന്ദർശിച്ച് അതിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ നിർദ്ദേശിച്ചു. സുഷുമ്നാ നാഡി സംബന്ധമായ അസുഖത്താൽ കഷ്ടപ്പെടുന്ന മകൻ്റെ ചികിത്സയ്ക്കായി സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് കത്തു നൽകിയ ദമ്പതികളോട് സിറ്റി കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമെന്നും ചികിത്സയ്ക്ക് സഹായകമായ തുക ലഭിക്കുമെന്നും ശിവകുമാർ പറഞ്ഞപ്പോൾ അപേക്ഷകർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. അവർക്ക് ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ നൽകണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയാണ് DK അവിടെ നിന്നും പോയത്. ഒരു സ്ത്രീയുടെ അഭ്യർത്ഥനയെ തുടർന്ന് അവളുടെ ഭർത്താവിൻ്റെ വൃക്ക സംബന്ധമായ അസുഖത്തിൻ്റെ ചികിത്സയ്ക്കായും ശിവകുമാർ 1 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. KR പുരം MLA ബൈര ബസവരാജിൻ്റെ ബന്ധുവായ ഖാദർ മൊയ്തീൻ പൊതുവഴി ഉപരോധിച്ചെന്ന് ആരോപിച്ച് ഹെന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പരാതി വന്നപ്പോൾ എങ്ങനെയാണ് ഒരു പൊതുവഴി തടയാൻ കഴിയുക എന്ന് ചോദിച്ച DK യോഗത്തിൽ പങ്കെടുത്ത MLAയോട് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. 3000-ലധികം പരാതികൾ കേട്ട DK ശിവകുമാർ ഭൂമി കയ്യേറ്റം, വെള്ളപ്പൊക്ക ദുരിതം, റോഡ് വീതി കൂട്ടുന്നതിനുള്ള നഷ്ടപരിഹാരം, സ്കൂളുകൾ, മുതിർന്ന പൗരർക്കുള്ള പെൻഷൻ, അനധികൃത കെട്ടിടങ്ങൾ തുടങ്ങിയ വിവിധ പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചു. 2022 വെള്ളപ്പൊക്കത്തിൽ മഹാദേവപുര, KR പുര മണ്ഡലങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. അതിനാൽ ആ ഇനത്തിൽ ധാരാളം പരാതികൾ ജനസമ്പർക്ക പരിപാടിയിൽ വന്നു. ആകെ 3000-ലധികം പരാതികൾ ലഭിച്ചതായും കുറഞ്ഞത് 5000 പേരെങ്കിലും പരിപാടിക്കായി ഒത്തുകൂടിയെന്നും BBMP അധികൃതർ പിന്നീട് പറഞ്ഞു. സ്പോട്ടിൽ തീരുമാനമാകാത്ത പരാതികളുടെ പുരോഗതി നിരീക്ഷിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുക കൂടി ചെയ്താണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടിക്ക് പരിസമാപ്തി കുറിച്ചത്. പരാതികളിൽ വേഗത്തിലുള്ള തീർപ്പ് നോഡൽ ഓഫീസർമാർ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം നൽകി. വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും താൻ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സർക്കാർ നിങ്ങളുടെ വീട്ടുപടിക്കൽ എന്ന പരിപാടിക്ക് കീഴിൽ താൻ മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥരും പൗരന്മാരുടെ വീട്ടുപടിക്കൽ എത്തുമെന്നും അദ്ദേഹം അവിടെ കൂടിയവർക്ക് ഉറപ്പുകൊടുത്തു. ആ പരിപാടിയിൽ പൗരർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൗരപ്രമുഖർക്കായി പ്രത്യേകം ഊട്ടുചർച്ചകൾ ഉണ്ടായിരുന്നില്ല. കോടികൾ മുടക്കിയ രഥമോ, കരിങ്കൊടി പ്രതിഷേധമോ, ജീവൻ രക്ഷാ നടപടികളോ, വിദ്യാലയ മതിലുകൾ പൊളിക്കലോ, ഗതാഗത നിയന്ത്രണങ്ങളോ, ആൾക്കൊന്ന് എന്ന മട്ടിൽ പോലീസ് പടയോ 150ഓളം അകമ്പടി വാഹനങ്ങളുടെ പടയോ ഒന്നുമില്ലാതെയാണ് ഒരു ദിവസം കൊണ്ട് 2 നിയോജക മണ്ഡലങ്ങളിലെ പരാതികളിന്മേൽ തീർപ്പ് കൽപ്പിക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിഞ്ഞത്. ശൗചക്കടലാസിൻ്റെ വില പോലുമില്ലാത്ത അവസ്ഥ കൊടുത്ത പരാതികൾക്കുണ്ടായില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ എല്ലാം ശുഭമാകും എന്ന് പറയുന്നത് വെറുതെയല്ലല്ലോ.